സോ ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ് ഇൻ ഗോ ആണ്. സോ നമ്മൾ ലാസ്റ്റ് ടൈമായിട്ട് നമ്മൾ ഒരു മെയിൻ ഡോട്ട് ഗോ ലാസ്റ്റ് ട്യൂട്ടോറിയൽ നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാളിങ്ങും നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു ഹലോ വേൾഡ് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തത്. ഞാൻ വേണമെങ്കിൽ അത് ഒന്ന് വാക്ക് ത്രൂ ചെയ്ത് തരാം. സോ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ ഫസ്റ്റ് തിങ് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണം. സോ ഫ്രം ഹിയർ വി ക്യാൻ ഓപ്പൺ എ ഫോൾഡർ. സോ ഓപ്പൺ എ ഫോൾഡർ കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് പുതിയ ഫോൾഡർ വേണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സോ നൗ ഐ എം ഗോയിങ് വിത്ത് ദിസ് ഫോൾഡർ ആൻഡ് ഐ എം സെലക്ടിങ് ദ ഫോൾഡർ. സോ നമ്മളിപ്പോൾ ആ ഫോൾഡറിൻ്റെ അകത്താണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമുക്ക് ഇവിടെ ഒരു എക്സ്പ്ലോറർ ഉണ്ട്, നമുക്കത് വേണമെങ്കിൽ മിനിമൈസ് ചെയ്ത് വയ്ക്കാം. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓണാക്കി വയ്ക്കുകയും ചെയ്യാം. സോ നമ്മളിപ്പോൾ ഈ ഒരു എക്സ്പ്ലോറിലാണ് ഇരിക്കുന്നത്. സോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോ ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗോ പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗോ പൈത്തൺ ആണെങ്കിലും പൈത്തൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യും, അതേപോലെ ഗോനാണെങ്കിലും ഗോൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഫയൽ എന്നുള്ള ഐക്കണിൻ്റെ മുകളിൽ ഞാൻ അമർത്തി. എന്നിട്ട് ഞാൻ പറയുകയാണ് മെയിൻ ഡോട്ട് ഗോ. എന്ത് വേണമെങ്കിൽ പേര് വയ്ക്കാം, ഹലോ ഡോട്ട് ഗോയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഞാനിപ്പോൾ തൽക്കാലത്തിന് മെയിൻ ഡോട്ട് ഗോ എന്നുള്ള പോലെയാണ് ഞാൻ കൊടുക്കുന്നത്. സോ മെയിൻ ഡോട്ട് ഗോ എന്ന് കൊടുക്കുമ്പോൾ പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു വൈറ്റ് കളർ കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ്ഡ് അല്ല എന്നുള്ള പോലെ. നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലിൽ പോയിട്ട് ഓട്ടോ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓട്ടോ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നതായിരിക്കും. സോ ദാറ്റ്സ് ദാറ്റ്. ആൻഡ് നമുക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു സേ ഈസ് പാക്കേജ് മെയിൻ. സോ നമ്മൾ മെയിൻ എന്നുള്ള പാക്കേജിലാണ് എന്ന് പറഞ്ഞു. സോ ഇപ്പോൾ തന്നെ ആ ഒരു എറർ എന്ത് ചെയ്തു, ആ എറർ പോയി. ഇപ്പോൾ ആ എറർ കാണിക്കുന്നില്ല. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് തിങ് നമുക്ക് അടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യണമ്പോൾ നമുക്കൊരു മെയിൻ ഫങ്ഷൻ ഒരു ഗോ എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഗോന് എന്തായാലും ഒരു മെയിൻ ഫങ്ഷൻ വേണം. സോ നമുക്ക് പറയാം ഫങ്ക് എന്നാണ് നമുക്ക് ഫങ്ഷൻ എന്ന് പറയാം. മെയിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ. സോ ഒരു ഫങ്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻ എന്ന് പറഞ്ഞുള്ള ഒരു ഫങ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 2 ബ്രേസസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നോർമലി ഫങ്ഷൻ പറയുന്ന പോലെ എന്താണ് ഇതിലേക്ക് വരിക, ഈ ഫങ്ഷനിക്ക് എന്താണ് കിട്ടുക, ഈ ഫങ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും, അതാണ് ഈ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫങ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഇതൊരു മെയിൻ ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒന്നും നമ്മൾ കൊടുക്കില്ല. കാരണം ഇതൊരു മെയിൻ ആയിട്ടുള്ളൊരു ഫങ്ഷനാണ്. അതുപോലെ ഇതിന്ന് ഒന്നും റിട്ടേണും ചെയ്യുന്നില്ല. സോ അത് ഫുൾ എം ടി ആയിട്ടിരിക്കാം. നമുക്ക് ഓവറായിട്ട് പോകേണ്ട. നമ്മൾ കുറച്ചുകൂടി ഫങ്ഷൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഞാനിപ്പോൾ പറഞ്ഞതെന്നുള്ളത്. ഓക്കെ. സോ നമുക്ക് പോവാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യണം. സോ നമുക്ക് പറയാം എഫ് എം ടി എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ചോദിച്ചു ഈ എഫ് എം ടി ആണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ സെലക്ട് ചെയ്തു അതേന്ന് പറഞ്ഞപ്പോൾ എന്തായി, ഇവിടെ ഒരു ഇമ്പോർട്ട് എഫ് എം ടി എന്നിട്ടുള്ള ഒരു സംഭവം വന്നു. ഈ ഇമ്പോർട്ട് എഫ് എം ടി എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ നിന്നാണ്, ഗോൻ്റെ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു എഫ് എം ടി എന്നുള്ളത്. എഫ് എം ടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഫോമാറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഫോമാറ്റ് ഡോട്ട് പ്രിൻറ്റ് എൽ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഫോമാറ്റ് ഡോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പൻഡ്, എറർ, എഫ് പ്രിൻ്റ് എഫ്, എഫ് സ്കാൻ എഫ്, എഫ് എൽ എൻ, എല്ലാം ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എൽ എൻ എന്ന് നമുക്കുള്ള ഓപ്ഷൻ കൊടുക്കാം. സോ പ്രിൻ്റ് എൽ എൻ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് പറയാം, ഹലോ വേൾഡ്. അപ്പോൾ നമ്മളൊരു ഹലോ വേൾഡ് നമ്മൾ എന്ത് ചെയ്തു, പ്രിൻ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് കൊടുത്തു. ഫോമാറ്റ് പ്രിൻ്റ് എൽ എന്ന് പറയുമ്പോൾ പ്രിൻ്റ് ലൈൻ, അത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ മേലൊക്കെ ഹോവർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിലിപ്പോൾ കാണുന്നുണ്ടല്ലേ, പ്രിൻ്റ് ലൈൻ ഫോമാറ്റ് യൂസിങ് ദ ഡിഫോൾട്ട് ഫോമാറ്റ് ഫോർ ഇറ്റ് ഓപ്പറേറ്റ് ആൻഡ് റൈറ്റ്സ് ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. പക്ഷേ ഞാനത് കാണിച്ചു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ വേരിയബിൾസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഡബിൾ കോഡ്സിൽ വേണം നമ്മൾ കൊടുക്കാൻ. അതാണ് നമ്മൾ ഡബിൾ കോഡ്സിൽ കൊടുത്തത്. സോ ഇത് ഇനി എങ്ങനെ റൺ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ടെർമിനൽ ടൂഗിൾ പാനൽ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ താഴത്തെ ഒരു ടൂഗിൾ പാനൽ ഓപ്പൺ ആയി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ടെർമിനലിൽ പോയിട്ട് ന്യൂ ടെർമിനൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ന്യൂ ടെർമിനലിൽ നിന്നു. ഓക്കെ. സോ നമുക്ക് വേറെ ടെർമിനൽ വേണ്ട, നമുക്കൊരു ടെർമിനൽ മതി. സോ ഇവിടെ നമുക്കറിയാം ഓൾറെഡി ഇത് ഗോ ട്യൂട്ടോറിയൽ എന്നുള്ള നമ്മളുടെ ഫോൾഡറിൽ തന്നെയാണ് നമുക്ക് നിൽക്കുന്നത്. സോ വിച്ച് ഈസ് ഈ ട്യൂട്ടോറിയൽ. നമുക്ക് എന്ത് പറയാം, ഇനി ഇത് റൺ ചെയ്യണം. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഗോ റൺ മെയിൻ ഡോട്ട് ഗോ. ഇപ്പോൾ ഗോ റൺ മെയിൻ ഡോട്ട് ഗോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹലോ വേൾഡ് എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. സോ ദിസ് ഇസ്
the basic program to print a hello world using Go. ഓക്കെ, സോ ഇനി നമുക്ക് വേരിയബിൾ ഒന്ന് അസൈൻ ചെയ്ത് നോക്കി നോക്കാം. സോ ഞാൻ ഈ ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ മേലെ ഞാൻ പറയാം എന്തെന്ന്, വേർ എന്ന് പറഞ്ഞു കൊടുത്തു, ടെംപ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു, സ്ട്രിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേർ ടെംപ് സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, വേരിയബിളാണിത്. ഇതെന്ന് അതിൻ്റെ പേരെന്തുട്ടാ, ടെംപ് എന്നാണ് ഞാൻ കൊടുത്ത പേര് അല്ലേ. പിന്നെ ഇതിൻ്റെ ടൈപ്പ് എന്താണെന്നാ, സ്ട്രിങ് ആണ് ഇതിൻ്റെ ടൈപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പെടും, ഇതൊക്കെ സ്ട്രിങ് ആണല്ലോ. അപ്പോൾ സ്ട്രിങ് ആണ് അതിൻ്റെ ടൈപ്പ്. സോ നമുക്കിത് ഓവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും എന്താ, ടെംപ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്ന് നമ്മൾ കമ്പൈലർ പറയുന്നു. കണ്ട, അപ്പോൾ ഗോ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഗാർബേജ് കളക്ഷൻസ് ചെയ്യുക, ഗാർബേജ് ഒന്നും വെക്കില്ല, ഗാർബേജ് മാനേജ്മെൻറ്റ്. ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു വേരിയബിൾ അസൈൻ ചെയ്തിട്ട് നമ്മളിത് ഇപ്പോൾ എവിടെയും ഉപയോഗിക്കുന്നില്ല, ടെംപ് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് ആ ഒരു എറർ വന്ന് നിൽക്കുന്നത്. നമുക്ക് എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെംപ് ഈക്വൽ ടു എന്തെന്ന് പറയേണ്ടത്, നമുക്ക് ഹലോ എന്ന് പറഞ്ഞു കൊടുക്കാം. ഹലോ ദിസ് ഈസ് ടെംപ്, ഹലോ ദിസ് ഈസ് ടെംപ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഈ ടെംപിൾ നമുക്ക് വേരിയബിൾ അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടെംപാന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് ടെംപിൽ നമ്മൾ എന്ത് ചെയ്തു, വേരിയബിൾ അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോഴും കണ്ടോ ഈ ഒരു എറർ ഇപ്പോഴും പോയിട്ടില്ല, കാരണം ഡിക്ലെയർ ചെയ്തിട്ട് എവിടെയും ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ, അല്ലാണ്ട് ഉപയോഗിച്ചിട്ടില്ല എവിടെയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എന്തെന്ന്, FMT പ്രിന്റ് ലൈൻ ടെംപ്. ഇപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, ലൈക്ക് എന്താ, ആ ഒരു എറർ പോയി. ഇപ്പോൾ ഞാൻ ഈ പ്രിന്റ് ലൈൻ ടെംപ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇതിൽ ഞാൻ എന്ത് പറഞ്ഞില്ല, ലൈക്ക് ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടില്ല, നേരെ ടെംപ് എന്നുള്ള പോലെ കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, ഹലോ വേൾഡും ഹലോ ദിസ് ഇസ് ടെംപ് എന്നുള്ള രണ്ട് ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വേറൊരു വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ഈ ടെംപിനെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഇതിൻ്റെ ഒരുമിച്ച് ഇടട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, സോ നമ്മളിതെല്ലാം ടെംപ് നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ വേറെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, വേർ ഐ എന്നുള്ളത് ഇൻ്റ് ആണെന്ന് പറഞ്ഞു കൊടുത്തു. സോ ഐ എന്ന് പറഞ്ഞ ഇൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ 16 വേണോ, ഇൻ 32 വേണോ, ഇൻ 64 വേണോ, ഇൻ 8 വേണോ, ഇതെല്ലാം നമുക്ക് ചോദിക്കുന്നത്. ഇൻ 16, 32, 64 എന്നുള്ളതൊക്കെ നമ്മളുടെ ലാപ്ടോപ്പിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നോർമലി ഇപ്പോൾ എല്ലാ ലാപ്ടോപ്പിലും ഇൻ 64 ആണ് വരുന്നത്. ബട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ കേസിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വലിയ കമ്പ്യൂട്ടേഷൻ ഒന്നും നമ്മളൊന്നും നടത്തുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോർമൽ ഇൻ്റ് തന്നെ മതി എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇൻറ്റ് ഐ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഐ ഈക്വൽ ടു എന്ന് ഞാൻ പറഞ്ഞു ഹലോ എന്ന് പറഞ്ഞു കൊടുത്താൽ എന്തുണ്ടാവും, ഐ ഹലോ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി, ഒരു എറർ കിട്ടി. നമുക്കൊന്ന് ഹോവർ ചെയ്ത് നോക്കാം. യു കനോട്ട് യൂസ് ഹലോ ചെയ്യാൻ എന്താ, അൺടൈപ്പ് സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്, ഇതൊരു സ്ട്രിങ് ആണ്. ആസ് ആൻ ഇൻ വാല്യൂവിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇൻ്റ് എന്ന് പറയുമ്പോൾ എന്താ 0, 1, 2, 3 അങ്ങനെ സംഭവങ്ങളൊക്കെ പറ്റുള്ളൂ, കാരണം ഒരു ഇൻറ്റീജർ ആണല്ലോ. സോ ഞാൻ ഐ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയണം, FMT.println എന്താ, ടെംപ് ഐ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ കൂടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. സോ ഞാൻ പറഞ്ഞു ഹേയ് ദ നമ്പർ ഈസ് കോൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഐ എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമുക്കറിയാം, ലൈക്ക് ഈ ഡബിൾ കോഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഒരു കോമയിട്ട് കൊടുത്തിട്ടാണ് പിന്നെ നമുക്ക് ഐ വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഹലോ വേൾഡ് കിട്ടി, ഹലോ ദിസ് ഈസ് ടെംപ് എന്ന് കിട്ടി, ഹേയ് ദ നമ്പർ ഈസ് 10 എന്നും നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി നമുക്കിത് വേണമെങ്കിൽ ലൈക്ക് നമ്മുടെ ഈ ടെർമിനലിൽ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിയർ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് പോവും. ഇല്ല, നമുക്കത് ഇനി ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+L എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. Ctrl+L എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെർമിനലിൽ ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അതൊരു എക്സ്ട്രാ ടിപ്പ് പോലെ ഇരിക്കട്ടെ. സോ ദ നെക്സ്റ്റ് തിങ്, ലൈക്ക് നമ്മളിത് കഴിഞ്ഞു, ഇൻറ്റ് പഠിച്ച് കഴിഞ്ഞു, നമ്മൾ വേരിയബിൾസ് എല്ലാം കഴിഞ്ഞു. നമുക്കൊരു പുതിയൊരു ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫങ്ക് ന്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. സോ ഞാൻ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ്സ് കൊടുത്തു, സ്പേസ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയൊരു ഫംഗ്ഷൻ എന്നുള്ള പോലെ ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പറയുകയാണ് എന്തെന്ന്, ഇത് നമുക്ക് റിട്ടേൺ ചെയ്യണം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു.
സോ ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, സ്ട്രിങ് എന്ന് ആഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്താ ഇവിടെ ഒരു എറർ വന്നു. എന്താ മിസ്സിംഗ് റിട്ടേണിൽ കൊടുത്തിട്ടില്ലല്ലോ, ഇത് വെറുതെ MT ആക്കിയിട്ട് വെച്ചേക്കല്ലേ എന്നുള്ള പോലെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഒരു എറർ വന്നിരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് പറയാം, ഇതൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് വെറുതെ ന്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. സോ നമുക്ക് ഒരു പുതിയൊരു വേരിയബിൾ, ലൈക്ക് വേരിയബിൾ അല്ല സോറി, ഒരു സ്ട്രിങ് എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. അപ്പോൾ ആ എറർ പോയി. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ന്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു. ഓക്കെ, ന്യൂ ഫംഗ്ഷൻ ഞാനിവിടെ കോൾ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹലോ വേൾഡ് കാണാണ്ട്, ഹലോ ദിസ് ഇസ് ടെമ്പ് കാണാണ്ട്, ഹേ ദിസ് നമ്പർ 10 കാണാണ്ട്. പക്ഷേ നമുക്ക് ഈ ഫംഗ്ഷൻ പ്രിൻ്റ് ആയോ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ പ്രിൻ്റ് ചെയ്യാനുള്ളതൊന്നും നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, പക്ഷേ ഫംഗ്ഷൻ റൺ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് പറയാം, നമുക്ക് റൺ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് fmt.println ഹേ ഐ റാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഞാൻ ഈ ഫംഗ്ഷനിൽ വർക്ക് ചെയ്തു എന്നുള്ള പോലെ ഞാൻ എന്ത് ചെയ്തു, പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി റെഡി ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാമല്ലോ അത് വരുന്നുണ്ടോന്ന്. സോ നമുക്ക് എന്താ കാണാനുള്ളത്, ഹലോ വേൾഡ് ആദ്യം വന്നു. സോ വിച്ച് ഈസ് ലൈക്ക് ദിസ് വൺ. പിന്നെ നമുക്ക് അടുത്ത് എന്താ തന്നെ, ഹലോ ദിസ് ഇസ് ടെമ്പ് വന്നു. ഇത് പ്രിൻറ്റ് ചെയ്തു, കാരണം ഇവിടെ അടുത്ത പ്രിൻറ്റ് ലൈൻ ഇതാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രിൻറ്റ് ലൈൻ ഏതാ, ഹേ ദിസ് നമ്പർ ഈസ് 10 എന്ന് പറഞ്ഞു വന്നു. പിന്നെ ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് പോയി. ഈ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് പോയിട്ട് ആദ്യം എന്താ പ്രിൻറ്റ് ചെയ്യും, ഇത് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, സോ എന്ത് ചെയ്തു, ഹേ ഐ റാൻ എന്ന് പറഞ്ഞു വന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, നമുക്ക് ഈ ഒരു സംഭവം കൂടി നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യിക്കണം. സോ നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ അസൈൻ ചെയ്യാം. എന്തെന്ന്, ഫംഗ്ഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു ന്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു ന്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കൊരു എറർ കാണാനുണ്ട്. എന്ത്, ഫംഗ്ഷൻ വാല്യൂവിൻ്റെ അവിടെ എന്താ, അൺഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ വാല്യൂ ആണ് നീ കൊടുത്തിരിക്കുന്നത്. അൺഡിഫൈൻഡ് ആണ്. എന്താണ് ഫംഗ്ഷൻ വാല്യൂ എന്ന് കമ്പൈലറിന് അറിയില്ല, അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിയില്ല. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. ലൈക്ക് പ്രിൻറ്റ് ലൈൻ, ഇപ്പോൾ ഐ ആണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോയാൽ നമുക്കെന്ത് പറയാൻ പറ്റും, ഐ എന്നുള്ളത് എന്താ ഒരു ഇൻ്റ് ആണെന്ന് പറഞ്ഞു. അതേപോലെ ടെമ്പിൻ്റെ അടുത്തേക്ക് പോയാൽ ടെമ്പ് എന്നുള്ളത് എന്താ സ്ട്രിങ് ആണെന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട് ഹോവർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫംഗ്ഷൻ്റെ മുകളിലേക്ക് അടുത്ത് പോയാൽ എന്താ അൺഡിഫൈൻഡാണ്, അറിയില്ല. സോ ഇതിപ്പോൾ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് വേരിയബിൾ വെച്ചിട്ട് ഫംഗ്ഷൻ വാല്യൂ എന്നുള്ളത് സ്ട്രിങ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കണേക്കാൾ ഭേദം നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളൻ ഈക്വൽ ടു എന്നുള്ള പോലെ കൊടുത്തു കഴിഞ്ഞാൽ മതി. സോ ഇപ്പം എന്തായി, ഫംഗ്ഷൻ വാല്യൂ സ്ട്രിങ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വന്നു. എന്തുകൊണ്ടാണ്, നമ്മളിവിടെ സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. ഞാനിവിടെ 100 എന്നുള്ള പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ പറയുകയാണ് എന്ത് ഇൻ്റ് ആണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എന്തായി, ഇപ്പോൾ ഇൻ്റായി മാറി. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്ട്രിങ് ആയിട്ട് തന്നെ കൊടുക്കാം. ന്യൂ ഫംഗ്ഷൻ തന്നെ വന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ എറർ എന്താ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ എവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഇഷ്യൂ ആണ് നമുക്ക് കാണിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം, fmt.println ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഫംഗ്ഷൻ വാല്യൂ എന്നുള്ള പോലെ ഞാൻ കൊടുത്തു. സോ ഇനി ഞാനിതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് കിട്ടി, ഹലോ വേൾഡ് കിട്ടി. പിന്നെന്താ, ഹലോ ദിസ് ഈസ് ടെമ്പ് എന്ന് കിട്ടി. ഹേ ദിസ് നമ്പർ ഈസ് 10 എന്ന് കിട്ടി. ഹേ ഐ റാൻ എന്ന് പറയുമ്പോൾ എവിടെയാണ്, ഈ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ റൺ ചെയ്തെന്ന് പറഞ്ഞ് കിട്ടി. പിന്നെന്താ, ദിസ് ഈസ് എ ന്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൈനും നമ്മൾ എന്ത് ചെയ്തു, പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു കുഞ്ഞി ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തേ. ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നമുക്ക് വേരിയബിൾ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയുമ്പോൾ ഈ വേറെ ഇൻ്റ് എന്ന് പറഞ്ഞിട്ട് ഐ ഇൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ, നമുക്ക് ഇതിന് പകരം എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഗോലുള്ള ഒരു പ്രത്യേക ഫീച്ചറാണ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇപ്പം എന്തായി, നമുക്കത് വേരിയബിൾ അസൈൻ ചെയ്യുക പോലും വേണ്ട. ഇപ്പം എന്താ, വേറെ ഐ ഇൻ്റായി. ഇപ്പം നമുക്കെന്താ, വേറെ ഐ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മൾ ഐ കോളൻ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അത് ആ ഐ എന്താണ് ഇപ്പുറത്തുള്ളത് എന്ന് ഗോറിന് മനസ്സിലാവും. എന്താണ് ഇപ്പോൾ 10 ആണോ അല്ലെങ്കിൽ, പക്ഷേ ഈ 10 എന്നുള്ളത് ഞാൻ നേരെ മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രിങ് ആയി മാറി കേട്ടോ. ഇപ്പോൾ ഈ ഐ എന്നുള്ളത് എന്താവും, സ്ട്രിങ് ആയി മാറി. ഓക്കെ, ഇത് നേരെ ഡബിൾ കോഡ്സ് ഒന്നും ഇല്ലാന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇതൊരു ഇൻ്റായി മാറും. ഇപ്പോൾ 0.125 എന്ന് പറഞ്ഞു കൊടുത്താൽ ഇതെന്തായി മാറും, ഫ്ലോട്ട് 64 ആയി മാറും. കണ്ടോ, അപ്പം ഇതുപോലെയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്താലും മതി. ഇപ്പോൾ കോളൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തു. പക്ഷേ ഈ ഐ കോളൻ ഈക്വൽ ടു കൊടുത്തിട്ട് ഇനി വേറെ ഐ കോളൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, എററായി. കാരണം നോ ന്യൂ വേരിയബിൾസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഇതൊരു പുതിയ വേരിയബിൾ ചെയ്യാൻ മാത്രമായിരിക്കണം ഈ ഒരു സംഭവം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അതിന് വേറെ വാല്യൂ ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഐ ഈക്വൽ ടു 2 എന്നുള്ള പോലെ കൊടുക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം,
ഇനി റൺ ചെയ്ത് ചെയ്യാൻ എന്ത് വരും? ഹേയ് നമ്പർ ഈസ് 2. കാരണം നമ്മൾ ആദ്യം അസൈൻ ചെയ്തപ്പോൾ എന്തായി 10 ആയിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ചെയ്തു i = 2 എന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് വീണ്ടും അതുപോലെ തന്നെ വീണ്ടും കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോ ന്യൂ വേരിയബിൾ എന്ന് പറഞ്ഞുള്ള ഒരു ഇഷ്യൂ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? = മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. ഓക്കെ, സോ ഞാൻ ഓവറായിട്ട് ആക്കുന്നില്ല. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് വെച്ചാൽ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പഠിച്ചു, സ്ട്രിങ് നമ്മളിങ്ങനെ വേരിയബിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, അതിങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ പഠിച്ചു. അതുപോലെ ഇൻറ്റിജർ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ നോക്കി, അതുപോലെ ഫംഗ്ഷനും നമ്മൾ നോക്കി. ഇനി നമുക്ക് പറയുകയാണ് ലൈക്ക് ഇപ്പോൾ ഈ ഫംഗ്ഷൻ ആകെ ഒരു സ്ട്രിങ് അല്ലേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ട്രിങ് നമുക്ക് റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിക്കും. ഞാൻ 2 സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 സ്ട്രിങ് എങ്ങനെയാണ് റിട്ടേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പം ഞാൻ ന്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ന്യൂ ഫംഗ്ഷനുണ്ട്, സെക്കൻഡ് ഫംഗ്ഷനുണ്ട്. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ വാല്യൂ വന്നേക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യാൻ എന്ത് കൊടുക്കാം? സെക്കൻഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ കൊടുത്തു, കോമ ഇട്ടിട്ട് സെക്കൻഡ് വാല്യൂ എന്നുള്ളത് കോളൻ ഈക്വൽ ടു ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് പറയാണ്? fmt. സെക്കൻഡ് വാല്യൂ എന്നുള്ളത് സെക്കൻഡ് വാല്യൂ ആണെന്ന് പറഞ്ഞു. സോ ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് എന്താ? 2 എണ്ണമാണ്. അത് അതുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റ് എടുക്കാൻ മറക്കരുത്. ബ്രാക്കറ്റിൽ നമ്മൾ 2 എണ്ണം കൊടുത്തേ. നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമ്മളൊന്നും കൊടുക്കുന്നില്ല, ഇവിടെ ഒന്നും പാസ് ചെയ്യുന്നില്ല. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിട്ടേൺ മാത്രമേ ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ ചെയ്യണത് എന്താ? നമ്മൾ 2 സ്ട്രിങ് ആണ് നമ്മൾ എന്ത് ചെയ്യണേ? റിട്ടേൺ ചെയ്യണേ എന്ന് പറഞ്ഞു. ആ 2 സ്ട്രിങ് ഹാൻഡിൽ ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ഇത് നമ്മളിവിടെ വിളിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. സോ നമുക്ക് സെക്കൻഡ് വാല്യൂ എന്നുള്ള ഒരു പ്രിൻ്റ് ലൈനും കൂടി കിട്ടും. സോ നമുക്ക് ആദ്യം എന്ത് കിട്ടി? ഫംഗ്ഷൻ വാല്യൂ എന്നുള്ളത് ന്യൂ ഫംഗ്ഷൻ. കാരണം എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ന്യൂ ഫംഗ്ഷൻ വാല്യൂ ആണ്, അത് തന്നെയാണ് ഇവിടെയുള്ളത്. രണ്ടാമത് കൊടുത്തേക്കുന്നത് സെക്കൻഡ് വാല്യൂ ആണ്, അതാണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് 2 സ്ട്രിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ കുറച്ച് ടെക്നിക്കലായി മാറി, കുറച്ചുകൂടി ഡീപ്പായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക്. ഓക്കെ, താങ്ക് യു.